താങ്ക് യു രാഹുൽ സർ. അടുത്തതായി വിഷയാവതരണം നടത്തുന്നതിന് വേണ്ടി മുസ്തഫ തൻവീറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ആദരണീയനായ സഹോദരൻ രാഹുൽ ഈശ്വർ, ഈ സംവാദത്തിന് സാക്ഷികളാകുന്ന ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികൾ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ ഉണ്ടായ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ നമ്മുടെ രാജ്യത്ത് പടർത്തിയ ജാതി ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതിയുടെ ദർശനവും പ്രയോഗവും ബൗദ്ധികമായൊരു തുറന്ന സംവാദത്തിലും ചർച്ചയ്ക്കും വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം അതിന്റെ ദേശീയ അറബി വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഒന്നാമത്തെ ദിവസം ഇതുപോലൊരു സംവാദത്തിന് മുൻകൈയെടുത്തത്. ഇവിടെ സർവകലാശാലയിൽ എന്തു നടന്നു എന്നും അതിന്റെ ശരിതെറ്റുകൾ എന്താണ് എന്നും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ ചർച്ചകൾക്കപ്പുറത്ത് കുറെ കൂടി കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ ജാതിയെ തന്നെ നേർക്ക് നേരെ ചർച്ചക്കെടുക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത് എന്ന് തോന്നിയതുകൊണ്ടാണ് MSM സംവാദത്തിന്റെ തലക്കെട്ട് ഈ രൂപത്തിലാക്കിയത്. ഇവിടെ ബഹുമാനനായ സുഹൃത്ത് അവതരിപ്പിച്ച ചില വീക്ഷണങ്ങളോട് സ്വാഭാവികമായ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ എല്ലാ ബഹുമാനങ്ങളോടും കൂടി തന്നെ അടുത്ത പ്രതികരണം രേഖപ്പെടുത്താനുള്ള സന്ദർഭത്തിൽ രേഖപ്പെടുത്താമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വിഷയത്തിന് MSM കാണുന്ന പരിപ്രേക്ഷ്യം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. സാമൂഹികമായ അസമത്വങ്ങളും ഉച്ചനീചത്വങ്ങളുമെല്ലാം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിവിധ രീതികളിൽ നിലനിന്ന വിവേചനങ്ങളെയും അടിച്ചമർത്തലുകളെയും വ്യത്യസ്ത രീതികളിൽ ചർച്ച ചെയ്ത ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിവേചനങ്ങളുടെ ഉച്ചനീചത്വങ്ങളുടെ എല്ലാം നടുവിലേക്കാണ് പലപ്പോഴും ദൈവദൂതന്മാരും പ്രവാചകന്മാരും കടന്നു വന്നത്. ദൈവദൂതന്മാരും പ്രവാചകന്മാരും സ്വാഭാവികമായും പ്രസ്തുത ഉച്ചനീചത്വങ്ങളെ വിമർശിക്കുകയും മാനവ സമത്വത്തിന്റെ വലിയ സന്ദേശങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയുമാണ് ചെയ്തത് എന്ന് വലിയ സമർത്ഥനമൊന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയും. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള നാഗരികത നിലനിന്നൊരു നാട്. ആ നാട്ടിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നൂറുകണക്കിന് ദർശനങ്ങളും മതഗ്രന്ഥങ്ങളും എല്ലാം ഉണ്ടായ ഏകശിലാത്മകമായി ഹിന്ദു എന്നൊരു ഒറ്റവാക്കിന് കീഴിൽ നമുക്കൊരിക്കലും ഒതുക്കി നിർത്താൻ കഴിയാത്ത സാംസ്കാരിക നാഗരിക മതവൈവിധ്യങ്ങൾ നിലനിന്നൊരു നാട്. ആ നാട്ടിൽ മനുഷ്യ സമത്വത്തെക്കുറിച്ചുള്ള സുന്ദരമായ ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വസുധൈവ കുടുംബകം പോലുള്ള ലോകത്തെ മുഴുവൻ ഒരൊറ്റ കുടുംബമായി സങ്കല്പിക്കുന്ന മനോഹരമായ ദർശനങ്ങൾ. ആ ദർശനങ്ങൾ തീർച്ചയായും ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ ദൈവദൂതന്മാരുടെ പ്രബോധനങ്ങളുടെ സ്വാധീന ഫലമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഭാരതത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, ഭാരതീയ മതഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, വിശേഷിച്ചും വൈദിക സാഹിത്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭാരതത്തിലേക്ക് ദൈവദൂതന്മാരുടെ നിയോഗമുണ്ടായി എന്ന് മനസ്സിലാക്കുവാൻ തന്നെയാണ് കഴിയുന്നത്. പരിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 24-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് വൈമിൻ ഉമ്മത്തിനില്ല അലാ ഫീഹാ നദീർ എന്നാണ്. ഒരു പ്രവാചകൻ, ഒരു താക്കീതുകാരൻ കടന്നു പോകാത്തൊരു സമൂഹവും ഉണ്ടായിട്ടില്ല. മുഹമ്മദ് നബി
ചോദ്യങ്ങൾക്കിടയിൽ ഇവിടെയുള്ള മതഗ്രന്ഥങ്ങൾ പരതുമ്പോൾ, പരിശുദ്ധ ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ചതായിരിക്കുവാൻ സാധ്യതയുള്ള അടിസ്ഥാനപരമായ ഒരുപാട് ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ത്വമേകം വരേണ്യം, ത്വമേകം ശരേണ്യം, ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ത്വമേകം ജഗത് കർത്തൃപാത്ര പ്രഹൃതൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം എന്ന് ഭാരതീയ മതചടങ്ങുകളിൽ ആവർത്തിക്കപ്പെട്ട മഹാനിർവഹണ സ്തോത്രത്തിൽ ദൈവം തമ്പുരാനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ത്വമേകം 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 ഏകം 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 എന്ന് ആവർത്തിച്ച് പറയുന്നത് തീർച്ചയായും ദൈവദൂതന്മാരുടെ പ്രബോധനത്തിന്റെ ശേഷിപ്പുകൾ ഈ സമൂഹത്തിൽ നിലനിന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് മനസ്സിലാക്കാനാണ് ന്യായമുള്ളത്. ദൈവം തമ്പുരാനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് കേനോപനിഷത്തിലെ 1-ാം അധ്യായത്തിൽ 6-7 വചനങ്ങൾ നമ്മളോട് പറയുന്നത് യക്ഷുഷാന പശ്യതി ഏന ചക്ഷംഷി പശ്യതി തഥേവ ബ്രഹ്മത്വം വിദ്ധി നേരം യതികം ഉപാസതേ എന്നാണ്. നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണുവാൻ കഴിയുന്നതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ദൈവം, മറിച്ച് നിന്റെ കണ്ണിന് കാഴ്ചശക്തി നൽകുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിലുള്ള ദൈവം, അവനെയാണ് നീ ഉപാസിക്കേണ്ടത്. യത് ശ്രോത്രേണ ശൃണോതി ഏന ശ്രോത്രമിതം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേരം യതികം ഉപാസതേ. നിന്റെ കാതുകൊണ്ട് നിനക്ക് കേൾക്കുവാൻ കഴിയുന്ന നിന്റെ മുന്നിലുള്ള ഭൗതിക വസ്തുക്കളൊന്നുമല്ല ദൈവം, മറിച്ച് നിന്റെ കാതുകൾക്ക് കേൾവി ശക്തി നൽകുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് പഠിപ്പിക്കുന്ന കേനോപനിഷത്ത്. ഈശോവാസ്യോപനിഷത്തിലെ 12-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അന്തം തമഹ പ്രവിശന്തിയെ സംഭൂതി ഉപാസതേ എന്നാണ്. നശ്വരങ്ങളായ പിതൃ മാനവാദികളെ, നശ്വരങ്ങളായ ഭൗതിക വസ്തുക്കളെ, മനുഷ്യരെ എല്ലാം ആരാധിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിലാണ് പതിക്കുന്നത്. ആ അവിനാശിയായ പരമാത്മാവിനെയാണ്, പരമേശ്വരനെയാണ് മനുഷ്യർ പൂജിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂക്തങ്ങൾ. മഹർഷി ദയാനന്ദ സരസ്വതിയെ പോലുള്ള കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഹിന്ദുമത സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്ത മഹാബുദ്ധിജീവികൾ ഈ സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ വിശ്വാസത്തിനുമെല്ലാം എതിരെ അതിശക്തമായി സംസാരിക്കുകയും ചതുർവേദങ്ങളും ഉപനിഷത്തുക്കളുമെല്ലാം ഏകദൈവാരാധനയുടെ സന്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് തീർച്ചയായും ദൈവദൂതന്മാർ പഠിപ്പിച്ച ഏകദൈവാരാധനയുടെ മാനവ സമത്വത്തിന്റെ വലിയ സന്ദേശങ്ങൾ ഭാരതത്തിലുണ്ടായി. പക്ഷേ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭാരതത്തിൽ മതവ്യാഖ്യാനം എന്ന് പറയുന്നത് പലരുടെയും കൈകളിലൂടെ നടന്നു വന്നായതുകൊണ്ട് തന്നെ പലപ്പോഴും ചരിത്രത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ദൈവിക സന്ദേശങ്ങളുടെ നിറം കെടുത്തുന്ന രൂപത്തിൽ പ്രവാചകാധ്യാപനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഈ സന്ദേശങ്ങൾക്ക് വിരുദ്ധമായ പാഠങ്ങൾ കൂടി നിലവിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അത് സമൂഹത്തെ ഭിന്നിപ്പിക്കുവാനോ ആളുകളെ തമ്മിൽ അകറ്റുവാനോ അല്ല, മറിച്ച് ഭൗതികമായ കൂടുതൽ വ്യക്തതകളിലേക്ക് നാം പ്രവേശിക്കുവാനും അങ്ങനെ പരസ്പരം അടുത്തറിയുവാനും എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വിവേചനങ്ങൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം.